ഡോക്ടറെ ആന്റിബയോട്ടിക് കൊടുക്കാതെ കുഞ്ഞിന്റെ പനി മാറില്ല എന്ന് പറയുന്ന പേരന്റ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. 90% പനികളും വൈറസ് ബാധ കാരണമാണ് വരുന്നത്. വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മരുന്നേ അല്ല ആന്റിബയോട്ടിക്. ആന്റിബയോട്ടിക് ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കുന്ന മരുന്നാണ്. അപ്പൊ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡോക്ടർ കൺഫേം ചെയ്തതിനു ശേഷം അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് എഴുതി തരും. അതല്ലാതെ നമ്മൾ പനികൾക്കെല്ലാം തന്നെ ആന്റിബയോട്ടിക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് വളരെ വലിയ ഒരു പൊതുജനാരോഗ്യ വിപത്താണ്, ഒരു പബ്ലിക് ഹെൽത്ത് ഹസാർഡായിട്ട് ഗവൺമെന്റ് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ടത്. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഇത് കൂടാതെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നമുക്ക് ഗുണകരമായ ബാക്ടീരിയകളും ഉണ്ട്, പ്രോബയോട്ടിക് ബാക്ടീരിയ. അതിനെതിരെയും ആന്റിബയോട്ടിക് ആക്ട് ചെയ്യുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയും ദഹന വ്യവസ്ഥയും പ്രതികൂലമായി തൽക്കാലത്തേക്കെങ്കിലും ബാധിക്കുകയും ചെയ്യും. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക് ഉപയോഗിക്കാൻ പാടുള്ളൂ.